baba. Kumado fonye baba. Kululu achu, hamanachi kululu achu, hamanachi kululu achu, hamanachi kululu achu, kululu achu, kululu achu, kululu achu, lulu achu, kululu achu, kululu achu, kululu achu, lulu achu. Joy and peace in the house of the Lord. Joy and peace in the house of the Lord. Joy and peace in the house of the Lord. Joy and peace in the house of the Lord. Sha-la-la, sha-la-la-la-la, sha-la-la-la, sha-la-la-la-la, sha-la-la-la, sha-la-la-la-la, sha-la-la-la, sha-la-la-la. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം ഈ സായങ്കാല വേളയിൽ മഹത്വപ്പെടുമാറാകട്ടെ. വടപ്പതാൽ ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലി സഭയുടേതായ ആഭിമുഖ്യത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരായ സന്ദേശമായിട്ടാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും നമ്മുടേതായ സംസ്ഥാനത്ത് നമ്മൾ നോക്കുമ്പോൾ മയക്കുമരുന്നിൻ്റെതായ അവസ്ഥകൾ കൂടി വരുന്നതായ സന്ദർഭങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനെതിരായി കുഞ്ഞുങ്ങളായി നമ്മൾ ഓരോരുത്തരും അതിനെ എതിർക്കുവാനും പ്രതികരിക്കുവാനും അതിനെ തടയുവാനും നമുക്ക് കഴിയുമെന്നതായ സന്ദേശമാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് അവതരിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന് ഈ നാളുകളിൽ ഓരോ കുടുംബങ്ങളെയും എന്തിന് നമ്മുടെ തലമുറകളെ നാശത്തിലേക്ക് അത് വലിച്ചു കൊണ്ടുപോകുകയാണ്. അതിനെ തടയണമെങ്കിൽ സ്വയമായി ഓരോരുത്തരും ചിന്തിച്ച് അതിനെ ഉപേക്ഷിച്ചാൽ ഒഴിയെ അതിൽ നിന്നും നമുക്ക് പുറത്തു വരുവാൻ കഴിയുകയില്ല. നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഗവൺമെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും അതിനുവേണ്ടി രാത്രി പകലായി അവർ അധ്വാനിക്കുകയാണ്. നമുക്ക് ഗവൺമെന്റിനോടും പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും ചേർന്ന് ഒരുമിച്ച് നാട്ടുകാരായി, ദേശനിവാസികളായി, സ്കൂൾ കുഞ്ഞുങ്ങളായി, സംഘടനകളായി, സഭയായി ഒരുമിച്ച് നിന്നാൽ അതിനെ ചെറുക്കുവാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയം നമുക്കില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്കും നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശ്വസിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലോകത്തിൻ്റെതായ തുടക്കത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. എന്നാൽ ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നോഹയുടേതായ ജീവിതം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോഹ എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ, അവിടെ മക്കൾ പുതിയതായി ജീവനം ആരംഭിക്കുകയാണ്. എന്നാൽ നോഹയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുകയും അവൻ ആ മുന്തിരിയുടേതായ വീഞ്ഞു കുടിച്ച് മദ്യം കഴിച്ചു അവൻ ബോധമില്ലാത്തവനായി തന്റെ കൂടാരത്തിൽ കിടക്കുകയാണ്. ഒരു അപ്പനെന്ന സ്ഥാനത്ത് ഇരിക്കേണ്ടതായ അവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് മക്കളുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ അവൻ മദ്യപിച്ച് ലഹരി കെട്ട് തന്റെ കൂടാരത്തിൽ വസ്ത്രമില്ലാത്തവനായി അവിടെ കിടക്കുകയാണ്. ഖാനാൻ എന്ന് പറയുന്നതായ അവന്റെ മകൻ കടന്നു വന്ന്
അത് കണ്ടു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായി പറയുന്നു, അപ്പൻ ചെയ്തതായ ആ തെറ്റ് അവന്റെ മകനാകുന്ന കനാൻ ശപിക്കപ്പെട്ടവനായി മാറുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറകൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃക ഉള്ളവരായി ജീവിക്കണം. നമ്മുടെ സംസാരത്തിൽ മാത്രമല്ല, മാതാപിതാക്കൾ എന്ന് പറഞ്ഞായ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മൾ അവർക്ക് മാതൃക ഉള്ളവരായി ജീവിക്കുമെങ്കിൽ നമ്മുടെ മക്കൾ ഒരു പരിധിവരെ അവരെ ഈ മദ്യത്തിൽ നിന്നും മയക്കമരുന്നിൽ നിന്നും അവരെ രക്ഷിക്കാൻ കഴിയും. കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ഇത് കഴിച്ചിട്ട് കൊലയും കൊള്ളയും അതുപോലെ ദേശത്ത് വരുത്തി വരുന്നതായ പീഡനങ്ങളും ഇതൊക്കെ കണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. നമുക്ക് ഒരുമിച്ച് അതിനെ ചെറുത്ത് അതിനെ തകർത്ത് ജയമെടുക്കുവാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞയോടെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ്. സമാധാനത്തെ കെടുത്തുന്ന, കുടുംബജീവിതത്തെ താറുമാറാക്കുന്ന, കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളെ കൊണ്ടുവരുന്ന, നമ്മുടെ ദേശത്തിന്റെ സമാധാനം കെടുത്തുന്ന ഇവരെല്ലാം മാറ്റുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ജീവിച്ചപ്പോൾ ഒരു ഉപമ പറയുകയാണ്. ഒരു അപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ അപ്പൻ്റെതായ ആസ്തികളൊക്കെ ചോദിച്ചു വാങ്ങിക്ക് അവൻ ഒരു ദൂരദേശത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ചെന്ന് അവന്റെ മനസ്സ് ചിന്തിക്കുന്നത് പോലെ അവൻ ജീവിച്ചു. അവൻ ജീവിതത്തിൽ തന്റെ കൂട്ടുകാരോട് ചേർന്ന് അവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, അപ്പൻ ഇഷ്ടമില്ലാതെ ജീവിച്ച് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവനായി മാറി. ഞാൻ ചിന്തിക്കുകയാണ്, മയക്കുമരുന്ന് ഉപയോഗിച്ച് കാണാം, അതുപോലെ ലഹരി ഉപയോഗിച്ച് കാണാം. അവന്റെ ജീവിതത്തിൽ അവൻ ചിന്തിച്ചു അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന്. എന്നാൽ ഒരു കാലഘട്ടം വന്നപ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സ്വത്തുക്കളും എല്ലാ സാമ്പത്തികങ്ങളും അത് നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്നവരെ, കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ മനുഷ്യൻ, ആ ഇളയപുത്രൻ, അവൻ ചിന്തിച്ചു, എന്റെ ജീവിതമെല്ലാം നശിച്ചു പോയല്ലോ. എന്റെ അപ്പന്റെ അടുത്ത് പോയാൽ എന്റെ അപ്പന്റെ വീട്ടിൽ വേലക്കാരുണ്ട്, അവിടെ നല്ല ആഹാരമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, നല്ല ചെരുപ്പുണ്ട്, നല്ല മോതിരമുണ്ട്, അവിടെ നല്ല വീടുണ്ട്. എനിക്ക് അവിടെ ഒരു യജമാനായി ജീവിക്കേണ്ട ഞാൻ ഇപ്പോൾ ഒരു പന്നിയുടെ കൂട്ടത്തിൽ ചെന്ന് ഞാൻ പന്നി തിന്നുന്നത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, വാഴ വരെ തിന്നുകയാണെന്ന് ചിന്തിച്ച് അവന് ചിന്തിപ്പാനിടയായി തീർന്നു. ഞാൻ ഇതിൽ നിന്നും ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പനെടുത്ത് ചെന്ന് പറയും, അപ്പാ, ഞാൻ നിനക്ക് വിരോധമായും ദൈവത്തിന് വിരോധമായും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് മകൻ ചിന്തിച്ച് തീരുമാനമെടുത്ത് അവൻ അവിടെ നിന്നും പുറപ്പെട്ട് അപ്പന്റെ അടുക്കിലേക്ക് കടന്നുപോയി. അപ്പൻ ദൂരത്തെ മകനെ കണ്ടു, അവനെ വാരിക്കോരടിച്ച് മകൻ അപ്പനോടുകൂടെ ചേർന്ന് അവൻ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അപ്പനോട് പറഞ്ഞു, അപ്പാ, ജീവിതം തെറ്റുപറ്റിപ്പോയി, ഞാനിനി ആ പാപം ചെയ്യുകയില്ല. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളും ഞാനും ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു തീരുമാനമെടുക്കുക, അത് ഉപേക്ഷിക്കുക. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ജീവിതം എല്ലാം അനുഗ്രഹമായി മാറുവാനിടയായി തീരും. ഈ ലോകത്ത് എത്ര നേടിയാലും എന്ത് നേടിയാലും ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ പാവിയാണ്, അവൻ പാപത്തിൽ ജീവിക്കുകയാണ്. പാവിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ പാപത്തിൽ നിന്നും ഈ നാടുകളിൽ വർദ്ധിച്ചു വരുന്നതായ ഈ മയക്കമരുന്നും ഈ മദ്യവും ജീവിതത്തെ പാപത്തിലേക്ക് തള്ളിയിടുകയാണ്. അത് മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ ജനിക്കുമ്പോഴേ അവൻ പാപിയായി ജനിക്കുകയാണ്. പാപത്തിൽ നിന്നും അവൻ വിമോചിക്കപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടാതെ ഒരു മനുഷ്യനും പാപത്തിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം വിട്ട് ഭൂമിയിലിറങ്ങി മനുഷ്യന് വേണ്ടി ആമേൻ തന്റെ ജീവിതത്തെ സമർപ്പിച്ച് പാപത്തിന് വേണ്ടി മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു എന്നതായ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾക്ക് മോചിപ്പാൻ അവന്റെ രക്തം ആമേൻ നിങ്ങളെ ആമേൻ കഴുകി ശുദ്ധീകരിപ്പാനിടയായി തീരും. ഒന്നും ചെയ്യേണ്ട,
ഒരു തീരുമാനമെടുത്താൽ മതി. ഇനി ഞാൻ പാപത്തോട്, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളോട് ഞാൻ വിട പറയുകയാണ്. മയക്കമരുന്ന്, മദ്യം, ആമെ സമാധാന കാമക്കേടെല്ലാം വിട പറഞ്ഞിട്ട് ആമെ കുടുംബത്തിനകത്ത് പ്രശ്നമുള്ളവർ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ താറുമാറായി സമാധാനമില്ലാതെ ജീവിക്കുന്നവർ ഒരു തീരുമാനമെടുക്കുക. യേശു ക്രിസ്തു അവയിൽ നിന്ന് നിങ്ങളെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുവാനും നിങ്ങളെ വിടുവിപ്പാനും ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ കൊണ്ട് കഴിയും. ഒന്നും ചെയ്യേണ്ട. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ പാവമേറ്റു പറയുന്നു എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വിടുതൽ ലഭിക്കാനിടയായിത്തീരും. രാജൻ പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഈ രക്ഷിക്കപ്പെടുവാൻ വേറെ ഒന്നും ചെയ്യേണ്ട. യേശുവിനെ സ്വീകരിക്കുക, ഏറ്റുപറയുക, നിങ്ങൾ രക്ഷപ്പെട്ടു. എന്നെ കേൾക്കുന്നവരെ, മയക്കമരുന്നും മദ്യവും വിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ സമാധാനത്തോടെ ജീവിക്കുക. യേശു വരുമ്പോൾ അവനോട് ചേരുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഇത്രത്തോളം ഞങ്ങളെ ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുവാൻ അനുവദിച്ചതായ പ്രിയപ്പെട്ടവരോട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട്, നാട്ടുകാരോട്, ഇത് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലി വട്ടപ്പ സഭയുടേതായ അമ്മ പേര് ഞങ്ങളുടേതായ നന്ദി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.